അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഇവിടെ എത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും സമയങ്ങൾക്കകം നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. എല്ലാവരും സദസ്സിലേക്ക് കയറിയിരിക്കുക. ഒരു 10 മിനിറ്റ് ഉള്ളിൽ ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഇവിടെ നമ്മുടെ വേദിയിലേക്ക് എത്തും. ഉള്ളിൽ തന്നെ കയറിയിരുന്നാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ബഹുമാനികളെ, പരിശുദ്ധമായ ദീനിന്റെ ഇൽമ് അത് നിലനിൽക്കുക എന്നതാണ് ദീൻ നിലനിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. ഈ മഹത്തായ ദർസ് നമ്മുടെ സ്ഥാപനം ഇവിടെ ആരംഭിച്ച് 10 കൊല്ലം പൂർത്തിയാവുകയാണ്. 2015 മെയ് 13-നാണ് നമ്മുടെ പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. മെയ് 15-നാണ് മഹാനായ സുൽത്താനുൽ ഉലമ ശൈഖുന എ.പി. ഉസ്താദ് നമ്മുടെ ദർസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ അനുഗ്രഹമായി ഇവിടെ ഈ പ്രദേശത്ത് നമ്മുടെ പള്ളിയിൽ ദർസ് ആരംഭിക്കാൻ കഴിഞ്ഞു. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, അറിവ് ആണ്, വിജ്ഞാനമാണ് പരിശുദ്ധമായ ദീനിന്റെ ജീവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരം ഇവിടെ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ശരീരത്തിന് ജീവൻ വേണം, റൂഹ് വേണം. ജീവനറ്റ ഒരാളെ കൊണ്ട് ഒന്നിനും സാധ്യമല്ല. അയാൾക്ക് എഴുന്നേൽക്കാനോ ഇരിക്കാനോ നടക്കാനോ നോക്കാനോ ചിന്തിക്കാനോ പറയാനോ ഒന്നിനും സാധ്യമല്ല. നമ്മൾ ഈ മഹത്തായ സദസ്സിലേക്ക് വരുമ്പോ നമ്മൾ സ്വന്തമായി ഷർട്ട് ധരിച്ചവരാണ്. നമ്മുടെ ഷർട്ടിന്റെ ബട്ടൺ അത് നമ്മൾ തന്നെയാണ് ബട്ടൺ ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നത്. എന്നാൽ നമ്മുടെ ശരീരത്തിന് റൂഹ് ഇല്ല എങ്കിൽ, ആത്മാവ് നഷ്ടപ്പെട്ടു പോയി എങ്കിൽ, നമ്മൾ മരണപ്പെട്ടു എങ്കിൽ പിന്നെ ഷർട്ട് ഇടാൻ നമുക്കാവില്ല. നമ്മൾ ധരിച്ച ഷർട്ട് മറ്റൊരാൾ വന്ന് കത്രിക എടുത്ത് മുറിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രൂപത്തിൽ അത് അഴിച്ചു മാറ്റുകയാണ്. നമ്മുടെ ശരീരത്തിൽ പിന്നെ നമ്മൾ ജീവനുള്ളപ്പോൾ ധരിച്ച വസ്ത്രം അവിടെ വെക്കുന്നില്ല, അത് മാറ്റി. നമുക്കത് സ്വന്തമായി നമ്മുടെ വസ്ത്രം അഴിച്ചു മാറ്റാൻ കഴിയുന്നില്ല. എന്താണ് കാരണം? നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ റൂഹ് നഷ്ടപ്പെട്ടു പോയി. ആത്മാവില്ലാതെ ശരീരം, ബോഡി മാത്രമുള്ളതുകൊണ്ട് ഒന്നും സാധിക്കുകയില്ല. ഇതുപോലെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ജീവനാണ്, ഇസ്ലാമിന്റെ ആത്മാവാണ് ഇൽമ് എന്നത്, വിജ്ഞാനം എന്നത്. ഇൽമ് ഇല്ലാതെ, വിജ്ഞാനമില്ലാതെ പരിശുദ്ധമായ ഇസ്ലാം ഇവിടെ നിലനിൽക്കുകയില്ല. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചു. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിന് എന്താണ് നൽകിയത്? ആദം നബി അലൈഹിസ്സലാമിന്റെ മഹത്വമായി മലക്കുകളോട് ആദം നബി അലൈഹിസ്സലാമിനെ ബഹുമാനിക്കാൻ പറഞ്ഞില്ലേ? ആ ബഹുമാനിക്കാൻ പറയുന്നതിന്റെ മുമ്പ് ആദം നബിക്ക് ബഹുമാനമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അല്ലാഹു തആല എന്താണ് ചെയ്തത്? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് എല്ലാ നാമങ്ങളും അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു.
എല്ലാ വസ്തുക്കളുടെയും പേരുകൾ അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിന് ഇൽമ നൽകി മഹത്വപ്പെടുത്തി. എന്നിട്ടാണ് മലക്കുകളോട് അല്ലാഹു തആല പറയുന്നത്, നിങ്ങളെല്ലാവരും ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യണം, ആദരവിന്റെ സാഷ്ടാംഗം അർപ്പിക്കണം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല ഇൽമ നൽകിയതാണ് അതിന്റെ ഒരു കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളലുല്ലാഹി അലൈക അളീമാ. ആദം നബി അലൈഹി സ്വലാമിന് എല്ലാ പേരുകളുമാണ് പഠിപ്പിച്ചതെങ്കിൽ അന്ത്യപ്രവാചകരായ നമ്മുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എന്താണ്? വഅല്ലമക, ഓ നബിയെ, അങ്ങേക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു തന്നിരിക്കുന്നു, മാലം തകുൻ തഅലം, അങ്ങേക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല, അങ്ങേക്ക് അറിയാത്തതായിട്ട് ഇനി ഒന്നുമില്ല. പേരുകൾ മാത്രമല്ല, ലോകത്തുള്ള സർവകാര്യങ്ങളും എല്ലാം അല്ലാഹു തആല പഠിപ്പിച്ചു തന്നിരിക്കുന്നു. വകാന ഫളലുല്ലാഹി അലൈക അളീമാ, അങ്ങേക്ക് അല്ലാഹു തആല നൽകിയ മഹത്വം അത് വലിയ മഹത്വമായിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ഏറ്റവും വലിയ ഇൽമ് അല്ലാഹു നൽകി. അതുകൊണ്ടാണ് ലോകത്തുള്ള മറ്റ് എല്ലാ പ്രവാചകന്മാരെക്കാളും ഏറ്റവും വലിയ ഇൽമ ലഭിച്ച നേതാവായി ഫഖൻ നബീന ഫീ ഖൽഖി വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമി വലാ കറമി. എല്ലാ നബിമാരെക്കാളും മേലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്തിന്റെ വിഷയത്തിലാണ്? ഏത് കാര്യത്തിലാണ്? ഇൽമിന്റെ വിഷയത്തിൽ. വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. ഒരു പ്രവാചകനും ഇൽമിന്റെ അറിവിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തെത്തുന്നില്ല. വഅല്ലമക മാ ലം തകുൻ തഅലം, അവിടുത്തേക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല, എല്ലാം അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. ആ നേതാവിന്റെ നുതുഫ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിലുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് മലക്കുകളോട് അല്ലാഹു തആല സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മഹത്വം വിജ്ഞാനം, അറിവ് നൽകി എന്നതാണ്. ആ അറിവാണ് ദീനിന്റെ ജീവൻ, പരിശുദ്ധ ഇസ്ലാമിന്റെ ജീവൻ. ഈ ദീൻ ഇവിടെ നിലനിൽക്കാൻ ഏറ്റവും വലിയ അടിത്തറ ഇൽമാണ്. ഇൽമ ഇല്ലാതെ ഇവിടെ നമുക്ക് പരിശുദ്ധമായ ദീനിന്റെ ആശയം പ്രചരിപ്പിക്കാൻ കഴിയില്ല. ആലിമീങ്ങൾ ഇവിടെ വേണം, പണ്ഡിതന്മാര് വേണം, അറിവുള്ള ആളുകൾ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് ധാരാളം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഇൽമിനെ സംബന്ധിച്ച് അവിടുന്ന് പറഞ്ഞത്, ഇത് അനന്തര സ്വത്താണ്, അനന്തര സ്വത്താണ്. ലോകത്തൊരു പ്രവാചകനും ദിർഹമോ ദീനാറോ അനന്തര സ്വത്തായി തന്റെ തലമുറക്ക് കൈമാറുന്നില്ല. പറമ്പോ വീടോ മറ്റ് സ്വത്തുക്കളോ ഒന്നും പ്രവാചകന്മാർ അനന്തരമായി ഇവിടെ നൽകുന്നില്ല. പ്രവാചകന്മാരുടെ അനന്തരാവകാശം എന്താണ്? ഇൽമാണ്, ദീനിന്റെ അറിവാണ്. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോ ആളുകളോട് ചോദിക്കുകയാണ്, നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ജനങ്ങളെ, നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ വെച്ച് അവിടുത്തെ ദർബാറിൽ അനന്തരാവകാശം, അനന്തര സ്വത്ത് വിതരണം ചെയ്യുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞില്ലേ? അങ്ങാടിയിലുള്ള ആളുകൾ വിചാരിച്ചു,
എത്രയോ സദഖയും എത്രയോ ദാനധർമ്മങ്ങളും നൽകുന്ന ഏറ്റവും വലിയ ദാനധർമ്മം നൽകുന്ന ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. അതുകൊണ്ട് അവിടുന്ന് ദീനാറോ ദിർഹമോ വിതരണം ചെയ്യുന്നുണ്ടാകും, ഭക്ഷണമോ മറ്റു വസ്തുക്കളോ നൽകുന്നുണ്ടാകും. അതുകൊണ്ട് അനന്തര സ്വത്തിൽ നിന്ന് എടുത്തു കൊടുക്കുന്നുണ്ടാകും എന്ന് വിചാരിച്ച് ജനങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിലേക്ക് ഒഴുകുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ് കാണുന്നത്. അവിടുത്തെ പള്ളിയിൽ ധാരാളം സ്വഹാബത്ത് ഇരിക്കുന്നുണ്ട്. ആ സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൽമു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ആളുകൾ പരസ്പരം പറഞ്ഞു, ഇതെന്താണ് അനന്തര സ്വത്ത് വിതരണം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അബൂ ഹുറൈറ ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് ഇവിടെ അങ്ങനെ ഒന്നും കാണുന്നില്ലല്ലോ. തിരിച്ച് അങ്ങാടിയിൽ വന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പിടികൂടിയിട്ട് ജനങ്ങൾ ചോദ്യം ചെയ്യുകയാണ്. ഞങ്ങൾ പള്ളിയിൽ വന്നു, ചെന്നു നോക്കിയപ്പോ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. എന്നിട്ടോ അവിടുന്ന് ഒരു ദീനാറോ ദിർഹമോ ആർക്കും കൊടുക്കുന്നത് കാണുന്നില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്താണ് അവിടെ കണ്ടത്? അപ്പോൾ ആ കണ്ട മനുഷ്യന്മാര് പറയുകയാണ്, ഞങ്ങൾ പള്ളിയിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ധാരാളം സ്വഹാബത്തുണ്ട്. കാനൂ യതദാറസൂന ബൈനഹും, അവർ പരസ്പരം പരിശുദ്ധമായ ദീനിന്റെ ഇൽമ് ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുകയാണ്. അവരത് കേൾക്കുകയാണ്, പരസ്പരം പങ്കുവെക്കുകയാണ്. ഇതാണ് ഞങ്ങൾ പള്ളിയിൽ ചെന്നപ്പോൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരോട് പറയുകയാണ്, ദാലിക മീറാത്തു റസൂലില്ലാഹ്, നിങ്ങൾ ആ കണ്ടത് അതുതന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനാറോ ദിർഹമോ അനന്തര സ്വത്തായി ഇവിടെ ബാക്കി വെക്കൂല. ഇവിടെ ബാക്കി വെക്കുന്നത് പരിശുദ്ധമായ ദീനിന്റെ ഇൽമാണ്, അറിവാണ്. അതുകൊണ്ട് നിങ്ങൾ ആ കണ്ടതാണ് അവിടുത്തെ അനന്തര സ്വത്ത്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, പ്രവാചകന്മാരുടെ അനന്തരാവകാശമായി നമ്മുടെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തര സ്വത്തായി നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് ദീനിന്റെ ഇൽമ്. ആ ഇൽമ് നിലനിർത്താൻ ഏറ്റവും കൂടുതൽ അധ്വാനിക്കേണ്ടവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരായ നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഇവിടെ മുത്തഅല്ലിമീങ്ങളോട് പറയും, ഞങ്ങളോട് നമ്മുടെ ഉസ്താദുമാര് പറയും, ഇതാ അടുത്ത 40 കൊല്ലം കഴിയുമ്പോ അല്ലെങ്കിൽ 30 കൊല്ലം കഴിയുമ്പോ ആരാണ് ഈ പരിശുദ്ധമായ ദീനിന് നേതൃത്വം നൽകുന്നത്? ദീനിന്റെ മസലകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് നല്ല രൂപത്തിൽ മുത്തഅല്ലിമീങ്ങൾ പഠിക്കണം, ഏറ്റവും നല്ല അറിവുകൾ നേടണം, അറിവ് ആഴത്തിൽ നേടണം. ഓരോ വിഷയത്തിലുമുള്ള ഏറ്റവും അവഗാഹമുള്ള അറിവ് ഓരോ വിദ്യാർത്ഥിയും നേടിയെടുക്കണം. ആ അറിവാണ് ദീനിന്റെ ഇൽമ്. ആ ഇൽമ് ശരീഅത്തിന്റെ ഇൽമ്. ആ ഇൽമ് നേടിയെടുക്കാൻ ആളുകൾ കുറഞ്ഞു പോകുമ്പോൾ അത് അന്ത്യനാളിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അന്ത്യനാളിന്റെ അടയാളമായി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മുടെ മക്കളെ, നമ്മുടെ കുട്ടികളെ, നമ്മുടെ നാട്ടിലുള്ള മക്കളെ പരിശുദ്ധമായ ദീനിന്റെ ഇൽമു പഠിക്കാൻ അവരെ പറഞ്ഞു വിടണം. അവരെ അതിനു വേണ്ടി പര്യാപ്തമാക്കിയെടുക്കണം. അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ സ്ഥാപനം ഇവിടെ 10 കൊല്ലമായി ബഹുമാനികളെ, ഇൻഷാ അല്ലാഹ് വളരെ വേഗം ഉസ്താദ് നമ്മുടെ സദസ്സിലേക്ക് എത്തും. കാരണം
ബഹുമാനപ്പെട്ട പുല്ലൂക്കൽ ഉസ്താദിന്റെ ആണ്ട് നടക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ പുല്ലൂക്കരയിൽ ഉസ്താദും അതുപോലെ ഒരുപാട് വലിയ പാണ്ഡിത്യമുള്ള ഗുരുനാഥനുമായ മർഹൂം ആർ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പുല്ലൂക്കര ഉസ്താദിന്റെ ആണ്ട് നടക്കുകയാണ്. അവിടെയും ഉസ്താദ് തന്നെയാണ് ഇന്ന് അതിന് നേതൃത്വം നൽകുന്നത്. അപ്പൊ ഉസ്താദ് കഴിഞ്ഞ ആഴ്ച ഉസ്താദിനെ കണ്ടപ്പോൾ ഞാൻ ആദ്യം വരണോ അല്ലെങ്കിൽ അവസാനം വരണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം വരണം, കുറച്ച് സമയമാണെങ്കിൽ ഉസ്താദ് ആദ്യം വന്ന് നമുക്ക് നസീഹത്ത് നൽകി ദുആ ചെയ്ത് നമുക്ക് വേഗം പരിപാടി പിരിയാം. അതുകൊണ്ട് അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ ജിഫ്രി പനാടത്തായ തങ്ങള് നമ്മുടെ സദസ്സിലെത്തി. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇശാ ഉസ്താദിന്റെ പ്രസംഗം കഴിഞ്ഞ ഉടനെ നമുക്ക് ഒരുമിച്ച് പള്ളിയിൽ വെച്ച് ജമാഅത്താക്കാം. ഇപ്പൊ നമ്മൾ ജമാഅത്തിന് പോയാൽ പിന്നെ ഉസ്താദ് നമ്മളെയും കാത്ത് എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ വന്ന് നിൽക്കേണ്ടി വരും. അവിടെ പോകാനുള്ള സമയം ലേറ്റ് ആവും. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. നമ്മൾ സാധാരണ ബാങ്ക് കൊടുത്ത ഉടനെ ജമാഅത്തായി നിസ്കരിച്ച് ഇങ്ങോട്ട് വന്ന് എന്നിട്ട് വയല് തുടങ്ങലാണ്. അതുപോലെ ഇവിടെ മാസത്തിൽ ബുർദ നടക്കുമ്പോഴും ഇടക്ക് വെച്ച് നിർത്തി ജമാഅത്തായി നിസ്കരിച്ച് തിരിച്ചു വന്നിട്ടാണ് ബാക്കി പൂർത്തിയാക്കാറുള്ളത്. പക്ഷേ നമുക്ക് ഇന്ന് അഫു ഉണ്ട്. കാരണം ഉസ്താദ് ഇന്ന് 5-4 നിക്കാഹ് കഴിഞ്ഞ് 2-3 വലിയ യോഗങ്ങൾ കഴിഞ്ഞ് ഇനി ഇവിടെയും പ്രസംഗിച്ച് പുല്ലൂക്കര വയലും പറഞ്ഞ് അതിനുശേഷം വീണ്ടും 2 മീറ്റിംഗും ഉണ്ട്. കാലിന് നീര് വന്നിട്ട് എനിക്കൊന്നിനും കയ്യലാന്ന് ഇപ്പം പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ധാരാളം കാലം ആ തണൽ നൽകി ഈ സമൂഹത്തിന്, നമ്മുടെ സമുദായത്തിന് നേതൃത്വം നൽകാൻ അല്ലാഹു തആല ഉസ്താദ് അവർക്ക് എല്ലാവിധ ആഫിയത്തും നൽകുമാറാകട്ടെ. നമ്മളെപ്പോഴും ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം. ദുആ ചെയ്യുന്നവരാണ് ഉസ്താദിന്റെ ആഫിയത്തിന് വേണ്ടി പ്രത്യേകം നമ്മൾ എല്ലാവരും ദുആ ചെയ്യണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ ദീനിന്റെ ഇൽമ് അത് നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും അധ്വാനിക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയില്ല. ഇവിടുന്ന് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാര് പലരും വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഈ ഇരിങ്ങണ്ണൂർ യൂണിറ്റിലുള്ളവരും പനാടത്തായ മുടവന്തേരി, കയനോളി, കച്ചേരി, തോട്ടോളി, നമ്മുടെ തൂണേരി സർക്കിളിൽ സെക്ടറിലുള്ള പല പ്രവർത്തകന്മാരും ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ വിളിച്ചോദിച്ചു, ഞങ്ങൾ എന്തെങ്കിലും വന്ന് അവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഈ പന്തലും ലൈറ്റും സ്റ്റേജും സൗണ്ടും ഇതെല്ലാം ഇവിടെ സംവിധാനിച്ചത് മുതഅല്ലിമീങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ബാക്കി ഒരു കാര്യത്തിനും നിങ്ങൾ ഇവിടെ വന്ന് അധ്വാനിക്കേണ്ടതില്ല. അതൊക്കെ മുതഅല്ലിമീങ്ങൾ ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? വയല് തുടങ്ങുമ്പോ ഇവിടെ വരിക, തീരുന്നത് വരെ ഇവിടെ ഇരിക്കുക. അങ്ങനെ നിങ്ങൾ സഹകരിക്കണമെന്ന് നമ്മുടെ പ്രവർത്തകന്മാരോട് ഓരോ യൂണിറ്റിലും ഫോണിൽ വിളിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തകന്മാരെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവര് സന്തോഷത്തോടെ ഏറ്റെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ ദീൻ, ആ ദീൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇൽമു വേണം. ആ ഇൽമു നിലനിൽക്കണമെങ്കിൽ ദർസ് വേണം. പരിശുദ്ധമായ ദീൻ, ഖുർആനും ഹദീസും അതുപോലെ മറ്റ് ഫന്നുകളും പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വേണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് അടുത്ത തലമുറയിൽ ആലിമീങ്ങൾ ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, كن عالما أو متعلما أو محبا أو مستمعا أو محبا فلا تكن خامسا. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? കുൻ ആലിമൻ, നീ ഒരു പണ്ഡിതനാകണം, നല്ല ആലിമാകണം. ഒന്നാമതായി അതിനാണ് ശ്രമിക്കേണ്ടത്. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും ഉഖ്റവിയായ ആലിമീങ്ങളിലും മുതഅല്ലിമീങ്ങളിലും പെടുത്തുമാറാകട്ടെ.
അവിടുന്ന് പഠിപ്പിച്ചില്ലേ, ഒരു ആലിം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോ അല്ലാഹു തആല ആലിമിനെ വെറുതെ ആക്കൂല. ഒരു ആലിമ് മൗത്താകുമ്പോ ആലിമിന്റെ അടുത്ത്, പണ്ഡിതന്റെ അടുത്ത് റഹ്മത്തിന്റെ മലക്കുകൾ വരുന്നുണ്ട്, സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. ആ റഹ്മത്തിന്റെ മലക്ക് ആ ആലിമിനോട് പറയുന്നത് എന്താണ്? നിങ്ങൾ പേടിക്കണ്ട, അല്ലാ തഖാഫു വലാ തഹ്സനൂ, നിങ്ങൾ പേടിക്കണ്ട. ഒരു ആലിമ് മരിക്കാൻ പോവാണ്, അപ്പോൾ മലക്ക് വന്ന് പറയാണ്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, ഭയപ്പാട് വേണ്ട. വഅബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്. ആലിമിനോട് മലക്ക് പറയാണ്, നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല, വലിമൻ ഇഖ്തദാ ബികും, നിങ്ങളെ പിന്തുടർന്ന നിങ്ങളുടെ അനുയായികൾക്കും സ്വർഗ്ഗമുണ്ട്. ആ ആലിമിനെ പിന്തുടർന്ന അനുയായികൾക്കും സ്വർഗ്ഗമുണ്ട്. എങ്ങനെയുള്ള ആലിമാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അല്ലദീന യുഅല്ലിമൂനൻ നാസൽ ഖൈറാ, ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആലിമ്, ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്ന ആലിമ്, ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ആളല്ല, ജനങ്ങളെ പരസ്പരം അകറ്റുന്ന ആളല്ല, ജനങ്ങളെ കുറ്റം പറയുന്ന ആളല്ല. അഭിവന്യരായ ഉസ്താദ് അവറുകൾ ഞങ്ങൾക്ക് ദർസ് നടത്തി തരുമ്പോ കുറ്റ്യാടിയിൽ ഉസ്താദിന്റെ അടുത്ത് 8 വർഷം ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ 8 വർഷം ഞങ്ങൾ പഠിച്ചപ്പോൾ ഈ കാലയളവിനുള്ളിൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് മുഴുവനും ഖൈർ മാത്രമാണ്. ഒരു കാര്യത്തിലും ഒരു പണ്ഡിതനെയോ ഒരു സാധാരണക്കാരനെയോ ഏതെങ്കിലും ഒരാളെയോ ഇകഴ്ത്തുന്ന ഒരു വാക്ക് ഞങ്ങളുടെ ദർസിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പറഞ്ഞതായി ഒരു മുതഅല്ലിമിനും പറയാൻ കഴിയില്ല. ഒരാളെയും നിസാരപ്പെടുത്തിയതായി ഞങ്ങൾക്ക് പറയാൻ സാധ്യമല്ല. അങ്ങനെയൊന്ന് നമ്മുടെ ഒരു ആലിമിന്റെയും വാക്കിൽ നിന്ന് വരൂല. കാരണം എന്താണ്? അല്ലദീന യുഅല്ലിമൂനൻ നാസൽ ഖൈറാ, ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്ന യഥാർത്ഥ പണ്ഡിതന്മാർ ജനങ്ങളെ പരസ്പരം അകറ്റുന്ന കാര്യത്തിൽ ഏർപ്പെടുകയില്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, ഉസ്താദ് അവറുകളെ പോലെ മുശാവറ മെമ്പർമാരായ നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാര് മാത്രമല്ലല്ലോ, നമ്മളെ പോലെയുള്ള മുതഅല്ലിമീങ്ങൾ, അതേ ചെറിയ ചെറിയ മുതഅല്ലിമീങ്ങൾ പോലും, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ പോലും ഒരു ഉറുദി പറയുമ്പോ, ഒരു ചെറിയ പ്രസംഗം നടത്തുമ്പോ എവിടെയെങ്കിലും ആരെങ്കിലും കുറ്റം പറയുന്നത് കേൾക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ പണ്ഡിതന്മാർ ഏത് സന്ദർഭത്തിലും പഠിപ്പിക്കുന്നത് അതാണ്. ജനങ്ങൾക്ക് നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുക, ഖൈർ മാത്രം പറഞ്ഞു കൊടുക്കുക. അപ്പോഴാണ് ആ ആലിമിന് അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കുന്നത്, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നത്. വഅബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്. വലിമൻ ഇഖ്തദാ ബികും, നിങ്ങളെ പിന്തുടരുന്ന, നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കും സ്വർഗ്ഗമുണ്ട് എന്ന് മലക്കുകൾ സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ആലിമീങ്ങളോട് എന്ന് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. അങ്ങനെയുള്ള ആലിമീങ്ങൾ അവർ നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഒരുപാട് വേണം. നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, അവരെല്ലാം ഇവിടെ കാലവും ജീവിക്കുമെന്ന് ഉറപ്പില്ല. നമുക്ക് അത് ഉറപ്പാണ്. എല്ലാവരും ഇവിടുന്ന് വിട പറഞ്ഞു പോകും. പക്ഷേ അതിന് ശേഷം അതിന്റെ പിൻഗാമികളായി വളർന്നു വരേണ്ടതാരാണ്? മുതഅല്ലിമീങ്ങളാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമതായി പറഞ്ഞു, കുൻ ആലിമൻ, നീ ഒരു പണ്ഡിതനാകണം. ഓരോ മുതഅല്ലിമും പരിശ്രമിക്കേണ്ടത് നല്ല ഉഖ്റവിയായ ഒരു ആലിമായി മാറണമെന്നാണ്. രണ്ടാമത് പറഞ്ഞു, ഔ മുതഅല്ലിമൻ, നീ ഇൽമു പഠിക്കുന്ന ആളാകണം. പണ്ഡിതനായാലും എപ്പോഴും ഇൽമു പഠിക്കുന്ന ആളായിരിക്കണം. അല്ലാഹ് സുബ്ഹാനല്ലാഹ്, നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാര് നമുക്ക് ദർസ് നടത്തി തരുന്നു. അതിനു പുറമെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളിൽ, നമ്മുടെ സമുദായത്തിന് ആവശ്യമായ വിഷയങ്ങളിൽ ഓരോ
കാര്യങ്ങൾ ഗൗരവമുള്ള വിഷയങ്ങൾ വരുമ്പോ അത് പഠിക്കാൻ എത്ര സമയമാണ് ചെലവഴിക്കുന്നത്. അഭിവന്ദ്യരായ ഉസ്താദ് അവറുകൾ തന്നെ രാത്രി നീണ്ട നേരം ദീർഘമായ പ്രഭാഷണങ്ങൾ, 1, 2, 3 പ്രഭാഷണങ്ങൾ കഴിഞ്ഞ് വന്ന് രാവിലെ ദർസ് നടത്തി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം, അതിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോ അതിനെ തർത്തീബാക്കാൻ, ക്രമപ്പെടുത്താൻ അതിനുവേണ്ടി കിതാബുകൾ മുതാലഅ ചെയ്യുകയാണ്. രാത്രി ഉറക്കമൊഴിക്കുന്നത് കൊണ്ടാണ് കാലിന് നീര് വരുന്നത്, അതുപോലെ മറ്റു പല ആരോഗ്യ പ്രയാസങ്ങളും വരുന്നത്. പക്ഷേ ഈ ഉറക്കമൊഴിച്ച് കാവലിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പരിശുദ്ധമായ ദീനിനു വേണ്ടിയാണ്. അല്ലാഹുവിന്റെ ദീൻ അതിവിടെ നിലനിൽക്കണം. അതിനെ വക്രീകരിച്ചുകൊണ്ട് ആളുകളെ പിഴവിലേക്ക് നയിക്കുന്ന ധാരാളം കക്ഷികൾ രംഗത്ത് വരുമ്പോ ഞാനതിനൊന്നും ഇല്ല എന്ന് പറഞ്ഞൊരു മൂലയിൽ നിന്ന് ദർസ് നടത്തിയാൽ മാത്രം പോരാ, ആലിമീങ്ങൾ രംഗത്തിറങ്ങണം. അതുകൊണ്ടാണ് ഉസ്താദ് അവറുകളെ പോലെയുള്ള നമ്മുടെ ആലിമീങ്ങൾ രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ടും ധാരാളം ഇൽമ് ശേഖരിച്ച് ഈ സമുദായത്തെ, സമൂഹത്തെ സമുദ്ധരിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്നത്. ഔ മുതഅല്ലിമ, അപ്പോഴും അവരൊരു മുതഅല്ലിമാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിഷയങ്ങളിലും പുതിയ പുതിയ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ആലിമ് ഒരു മുതഅല്ലിമാണ്. മുതഅല്ലിം ആലിമാകാൻ വേണ്ടി അധ്വാനിക്കുകയാണ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഔ മുസ്തമിഅ, നല്ല ഇൽമ് കേൾക്കുന്ന ആളായി, ശ്രദ്ധാപൂർവം ഇൽമ് കേൾക്കുന്ന ആളായി നീ മാറണം. നമ്മളിവിടെ വഅദ് സംഘടിപ്പിക്കുന്നു, അൽഹംദുലില്ലാഹ്. ഇവിടെ 5 ദിവസം ഈ പരിപാടി സംഘടിപ്പിച്ചു. ഇന്നലെ വരെ 3 ദിവസം ബഹുമാനപ്പെട്ട റാഷിദ് ഉസ്താദ് നമുക്ക് വഅദ് പറഞ്ഞു തന്നു, ധാരാളം ഇൽമ് പറഞ്ഞു തന്നു. അതുപോലെ നമ്മൾ നാദാപുരത്ത് പോയിരുന്ന് പേരോട് ഉസ്താദിന്റെ സപ്തദിന പ്രഭാഷണത്തിൽ പങ്കെടുക്കുകയാണ്. എന്തെല്ലാം അറിവുകളാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്. സാധാരണക്കാരായ ആളുകൾ അവരെ കച്ചവടം മാറ്റിവെച്ച്, അവരെ ബിസിനസ് മാറ്റിവെച്ച്, അവരെ തൊഴിലും മറ്റ് ഏർപ്പാടുകളും മാറ്റിവെച്ച് ദർസിൽ വന്നിരുന്ന് 24 മണിക്കൂറും ഇൽമു പഠിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ആലിമീങ്ങളുടെ വഅദ് കേട്ടുകൊണ്ടാണ് നമ്മൾ ഒരുപാട് മസലകൾ പഠിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ചില ആളുകൾ ചോദിച്ചേക്കും, എന്തിനാണ് ഇങ്ങനെ വഅദ് വെച്ചിട്ട് ആരാണ് നന്നായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദാ, നീ മുഖേന ഒരാൾ നന്നായാൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഒരാൾ നന്നായാൽ മതി. നമ്മൾ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ ഏകദേശം 1 ലക്ഷത്തോളം രൂപ നമുക്ക് ചെലവ് വരും. എന്നാൽ ഈ ചെലവുകളെല്ലാം നമ്മൾ ചെലവഴിച്ചിട്ട് ആരാണ് നന്നായത് എന്നൊരു ചോദ്യം ചോദിച്ച് നിരാശപ്പെടുത്തി കളയേണ്ടതില്ല. ഏതെങ്കിലും ഒരാൾ അതുവരെ ജമാഅത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലാത്ത ആളായിരുന്നു, വയല് കേട്ടപ്പോൾ എനിക്ക് ഇനി മുതൽ ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കണമെന്ന ബോധ്യം അയാൾക്ക് വന്നു. അതുപോലെ സുന്നത്ത് നിസ്കാരത്തിൽ ശ്രദ്ധ കുറഞ്ഞ ആളായിരുന്നു, റവാത്തിബ് സുന്നത്ത് നിസ്കാരത്തിന്റെ മഹത്വം അയാൾ മനസ്സിലാക്കി. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് അത് നിസ്കരിച്ചാൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ദുനിയാവും ദുനിയാവിലുള്ള സർവ്വതും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും മഹത്വമുള്ളതാണ് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമെന്ന് ലോക ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഒരു വഅദിലങ്ങ് കേട്ടപ്പോൾ ആ സുന്നത്ത് നിസ്കാരം ഒരാൾ പതിവാക്കുകയാണ്. ഇന്നലെ ഇവിടെ റാഷിദ് ഉസ്താദ് വഅദ് പറഞ്ഞപ്പോ ളുഹാ നിസ്കാരം 2 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ നമ്മളെ ഉത്ബോധിപ്പിച്ചില്ലേ? അതൊരാൾ നടപ്പിൽ വരുത്തിയാൽ ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദാ, ഒരൊറ്റ ആള് നടപ്പിൽ വരുത്തിയാൽ മതി.
നിനക്ക് ദുനിയാവിലുള്ള സർവ്വതും ലഭിച്ചതിനേക്കാൾ ഖൈറാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എപ്പോഴാണെന്നറിയോ? മഹാനായ സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ ഗവർണറായിട്ട് പറഞ്ഞേക്കുമ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന് വലിയ പ്രയാസം വന്നു. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ ഇരുന്നിട്ടില്ല അവിടുത്തെ ദർസിൽ ഇനി പങ്കെടുക്കാൻ കഴിയില്ലല്ലോ. മുത്തുനബിയുടെ കൂടെ ജമാഅത്തിന് പങ്കെടുക്കാൻ കഴിയില്ലല്ലോ. ലോകത്ത് ഏറ്റവും മഹത്വമുള്ള കാര്യമല്ലേ അത്? അതും വിട്ടുപോകാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ലല്ലോ എന്ന ബേജാറോടെ വിഷമത്തോടെ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രചോദിപ്പിച്ചത് എന്തു പറഞ്ഞുകൊണ്ടാണ്? ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വഹിദാ. നിങ്ങൾ മുഖേന ഒരാൾ നന്നായാൽ മതി, ഒരാൾ നേരെയായാൽ മതി, എങ്കിൽ ഇതെല്ലാം ധന്യമായി. സുബ്ഹാനല്ലാഹ്. നമ്മൾ പലപ്പോഴും ഉസ്താദുമാര് യോഗം ചേരുമ്പോൾ ഓരോ മുതഅല്ലിമീങ്ങളെ കുറിച്ചും വിലയിരുത്തും, ഓരോ മുതഅല്ലിമിന്റെയും പഠന നിലവാരം അളക്കും. ഇവിടെ അൽഹംദുലില്ലാഹ് മർകസുൽ ഹുദാ ക്യാമ്പസിൽ ഇപ്പോൾ 28 മുതഅല്ലിമീങ്ങൾ പഠിക്കുകയാണ്. ഇവിടെ നിന്ന് 100 കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ച് ഉപരിപഠനത്തിന് കുറ്റ്യാടി സിറാജുൽ ഹുദയിലും മറ്റ് സ്ഥാപനങ്ങളിലും പഠിച്ച് ഇപ്പോൾ ബിരുദം നേടിയ 10-12 മുതഅല്ലിമീങ്ങൾ ബിരുദം നേടി വിവിധ സ്ഥലങ്ങളിൽ സേവനം ചെയ്യുന്നുണ്ട്. അല്ലാഹു അവർക്കെല്ലാം വലിയ ബറക്കത്ത് കൊടുക്കട്ടെ. നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച പല മുതഅല്ലിമീങ്ങളും ഇപ്പോൾ സിറാജുൽ ഹുദയിലുണ്ട്. അവർക്കെല്ലാം അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ആ മുതഅല്ലിമീങ്ങളെ ഇവിടെ നമുക്ക് പറഞ്ഞയച്ചത് ഉസ്താദ് തന്നെയാണ്. ആ മുതഅല്ലിമീങ്ങളെ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് അവരെ 2 വർഷം ഇവിടെ നിന്ന് പഠിപ്പിച്ച് 3ാമത്തെ വർഷം അവരെ തിരിച്ച് കുറ്റ്യാടിയിലേക്ക് തന്നെ പറഞ്ഞേക്കണം. ഓരോ മാസവും മീറ്റിംഗ് ചേരും. റാഷിദ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ, മറ്റു ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ, ഇവിടെയുള്ള ഉസ്താദുമാരും പങ്കെടുക്കുന്ന മീറ്റിംഗ് കുറ്റ്യാടിയിൽ വെച്ച് നടക്കും. ഓരോ മുതഅല്ലിമും എത്ര ക്ലാസ്സിൽ പങ്കെടുത്തു, ഓരോ ഉസ്താദും എത്ര ക്ലാസ് ഇവിടുന്ന് എടുത്തു, എത്ര ഹാജറുണ്ട്, എത്ര ആളുകൾ ലീവ് ഉണ്ടായിരുന്നു, ഇതെല്ലാം കൃത്യമായി അവിടെ മേശപ്പുറത്ത് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ഓരോ മുതഅല്ലിമിനെയും വിലയിരുത്തിയിട്ട് ഓരോ മുതഅല്ലിമും എല്ലാവരും ഉന്നത നിലവാരത്തിലെത്തണമെന്ന ആഗ്രഹത്തോടെ കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ സ്ഥാപനത്തിന്റെ മേധാവികൾ അൽഹംദുലില്ലാഹ് ഈ സിസ്റ്റം വളരെ ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ അതൊന്നുകൂടി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ ദീനീ സ്ഥാപനങ്ങളും അൽഹംദുലില്ലാഹ് ഇപ്പോൾ ജാമിയത്തുൽ ഹിന്ദ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, നമ്മുടെ പണ്ഡിത സഭയുടെ കീഴിലുള്ള യൂണിവേഴ്സിറ്റിയായി മാറി. ജാമിയത്തുൽ ഹിന്ദിന്റെ കീഴിലാണ് നമ്മുടെ സ്ഥാപനം. മഹാന്മാരായ മുഷാവറ മെമ്പർമാരടങ്ങുന്ന ജാമിയത്തുൽ ഹിന്ദിന്റെ വലിയ പണ്ഡിതന്മാര് ഇവിടെ വന്നു, ഈ സ്ഥാപനത്തിൽ വന്നു. മുകളിൽ മേലെ റൂമിലും ഓഫീസിലും ക്ലാസ് റൂമിലും അതുപോലെ നമ്മുടെ പുതിയ ബിൽഡിങ്ങിലും എല്ലാം കയറി നമ്മുടെ മുഷാവറ മെമ്പർമാരായ വലിയ പണ്ഡിതന്മാര് ഇവിടെ വന്ന് വിലയിരുത്തിയിട്ട് ഈ സ്ഥാപനം ജാമിയത്തുൽ ഹിന്ദിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ അനുവാദവും നൽകപ്പെടാൻ അർഹതയുണ്ടോ എന്ന് പരിശോധിച്ചു. അർഹത നേടണമെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ഇവിടെ വേണം. ഞാൻ അവരോട് വാക്കുകൊടുത്തു, ഇൻഷാ അല്ലാഹ് പുതിയ അധ്യയന വർഷം അഥവാ ജൂണ് ആ അധ്യയന വർഷം ആരംഭിക്കുമ്പോഴേക്ക് പുതിയ ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയാകും. പ്രധാനമായും ഒരു സ്ഥാപനത്തിൽ വേണ്ടത് ക്യാൻറ്റീൻ സംവിധാനമാണ്. അത് നമുക്കിവിടെ ഇല്ല. അതുപോലെ നല്ല ഒരു ലൈബ്രറിയാണ്, അതും നമുക്കിവിടെ ഇല്ല. നല്ല സ്മാർട്ട് ക്ലാസ് റൂം വേണം. ആധുനിക കാലമാണ്. നമ്മുടെ മക്കൾ പുതിയ കാലത്തോട് സംവദിക്കുമ്പോൾ അവർക്ക് ആവശ്യമായ ടെക്നോളജിക്കലായ വിജ്ഞാനം വേണം. അതിന് സ്മാർട്ട് ക്ലാസ് റൂം വേണം. ഇത് മൂന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് ജാമിയത്തുൽ ഹിന്ദിന്റെ കീഴിൽ ഇതിന് അനുവാദം തരാൻ കഴിയുമോ? റാഷിദ് ഉസ്താദുമായി ബന്ധപ്പെട്ടു. ഇൻഷാ അല്ലാഹ് നമ്മൾ വളരെ വേഗം നമ്മുടെ പുതിയ
പുതിയ ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയാക്കും. അത് പൂർത്തിയാക്കണമെങ്കിൽ 10 ലക്ഷം രൂപ നമുക്ക് വേണം. ഇപ്പോൾ അൽഹംദുലില്ലാ അതിന്റെ സ്ട്രക്ചറും ഉള്ളിലുള്ള വർക്കുകളും ഒക്കെ ഏകദേശം പൂർത്തിയായി. ഇപ്പോൾ 20 ലക്ഷത്തിലേറെ രൂപ അതിന് നമ്മൾ ചെലവഴിച്ചു. ഇനി അതിന്റെ പൂർത്തീകരണത്തിന് ചുരുങ്ങിയത് 10 ലക്ഷം വേണം ആ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ, അതിന്റെ ആ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ എന്നാണ് എഞ്ചിനീയർ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല അത് നമുക്ക് നൽകുമാറാകട്ടെ. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുകയാണ്, അൽഹംദുലില്ലാ നമ്മുടെ സ്ഥാപനം ഇവിടെ മാസത്തിൽ നടന്നു പോകാൻ 1.5 ലക്ഷം രൂപ ചുരുങ്ങിയത് വേണം. കഴിഞ്ഞ 2 മാസം മുമ്പ് റമദാനിന് മുമ്പുള്ള മാസത്തിലെ ചെലവ് 1,70,000 അടുത്തായിരുന്നു. അപ്പോൾ ഏവറേജ് നോക്കുമ്പോ 1.25 ലക്ഷം രൂപ നമുക്ക് മാസത്തിൽ വേണം. ഇപ്പോൾ മെയ് മാസം ആരംഭിച്ചു. മെയ് മാസം 5-ാം തീയതിയായി. ഇന്നിവിടെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ ക്ലോസ് ചെയ്തിട്ടില്ല. അത് 10-ാം തീയതിയുടെ മുമ്പ് ക്ലോസ് ചെയ്യണം. ഇവിടെ സേവനം ചെയ്യുന്ന ഉസ്താദുമാർക്കുള്ള ശമ്പളം കൊടുക്കണം. അതുപോലെ നമ്മുടെ ഭക്ഷണം പാചകം ചെയ്യുന്നവർക്കുള്ള ശമ്പളം കൊടുക്കണം. ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ സാധനങ്ങൾ വാങ്ങിയ കടയിൽ പച്ചക്കറിയും മത്സ്യവും ഗ്യാസും അനാദി സാധനവും മറ്റൊക്കെ വാങ്ങിയതിന്റെ ബില്ലടക്കണം. അതൊന്നും ഈ മാസത്തെ അടച്ചിട്ടില്ല. ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അടച്ച് എല്ലാവരെയും ക്ലിയർ ചെയ്യുമ്പോ 1.5 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ വേണം. ഓരോ മാസവും വേണം. ഏതെങ്കിലും ഒരു മാസമല്ല, ഓരോ മാസവും ചുരുങ്ങിയത് 1.5 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ വേണം. നമ്മുടെ ചെറിയൊരു സ്ഥാപനമാണെങ്കിൽ പോലും നമുക്കറിയാലോ നമ്മുടെ ഒക്കെ വീട്ടു ചെലവ് എത്രയാണ്. ഇവിടെ 30ഓളം വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ അരി എത്ര വേണം, അതുപോലെ പച്ചക്കറികൾ എത്ര വേണം, മത്സ്യം എത്ര വേണം. ഇതൊക്കെ പൈസ കൊടുത്താലല്ലേ കിട്ടൂ. ഇതൊക്കെ എല്ലാ ദിവസവും വേണം. 3 നേരം ഭക്ഷണം കൊടുക്കണം, 2 നേരം ചായ കൊടുക്കണം. ഇന്ന് അവരവരുടെ വീടുകളിൽ ചായ കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ നമ്മളെ മുത്തഅല്ലിമീങ്ങൾ ദർസിൽ വരുന്നത്. ഇന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി മാത്രമാണ്. പഴയ കാലത്തൊക്കെ വീട്ടിൽ പ്രാരാബ്ധം കൊണ്ട് കൊടുക്കാൻ ഭക്ഷണമില്ലാത്തത് കൊണ്ട് കുട്ടികളെ ദർസിലയച്ചൂട് എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷേ നമ്മളൊക്കെ വളർന്നതും പഠിച്ചതും നമ്മളൊക്കെ പഠിക്കുന്ന സാഹചര്യവും ഒക്കെ നമ്മുടെ ഒക്കെ വീട്ടിൽ പട്ടിണിയായത് കൊണ്ടല്ലോ. ദീനിന്റെ ഇൽമ് അത് പഠിക്കണം. അപ്പോൾ ചില ആളുകൾ ചോദിച്ചേക്കും, എന്നാൽ നിങ്ങള് കുട്ടികളെ രക്ഷിതാക്കളോട് ഫീസ് വാങ്ങിക്കോളൂ. ദീനിന്റെ ഇൽമ് പഠിക്കാൻ ഫീസ് വാങ്ങാൻ അർഹതയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ പാരമ്പര്യം അതല്ല. നമ്മുടെ പാരമ്പര്യം എന്താണ്? നമ്മുടെ പഴയ കാലത്തുള്ള പാവപ്പെട്ട മനുഷ്യർ അൽഹംദുലില്ലാ അവരൊക്കെ അവരാൽ കഴിയുന്നത് ദർസിന് വേണ്ടി കൊടുത്തു, മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു. അൽഹംദുലില്ലാ അങ്ങനെയാണ് നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ ഒരു കമ്മിറ്റ്മെന്റ് ഈ സമൂഹത്തോട് അവർക്കുണ്ടാകും, ഈ സമുദായത്തോടുണ്ടാകും. ദഅവത്ത് നടത്താൻ, ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ. ചിലപ്പോൾ ഈ മേഖലയിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുമ്പോ നൽകുന്ന ശമ്പളം വളരെ കുറവായിരിക്കും. നമ്മൾ ഇവിടെ ഉസ്താദുമാർക്ക് നൽകുന്ന ശമ്പളമൊക്കെ വെളിപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളൊക്കെ ചിലപ്പോൾ തല താഴ്ത്തിക്കളയും. കാരണം അതുകൊണ്ട് എങ്ങനെയാണ് ഒരു മാസം ഒരു വീട് കഴിഞ്ഞു പോവുക? ഒരു മാസം ഒരു മദ്രസ മുഅല്ലിമാകട്ടെ, ഒരു ദർസിലെ മുദരിസാകട്ടെ, അവർക്ക് കൊടുക്കുന്ന ശമ്പളം കമ്മിറ്റികളിലൊക്കെ പ്രവർത്തിക്കുന്ന പലരും ഇവിടെ ഉണ്ടല്ലോ. അവരും അതൊക്കെ മനസ്സിലാക്കുമ്പോ നമ്മൾ ചിലപ്പോൾ തലതാഴ്ത്തി അവിടെ ഇരിക്കും. കാരണം എന്താ? നമ്മൾ ഗൾഫിൽ നിന്ന് അധ്വാനിക്കുന്നതും നമ്മൾ നാട്ടിൽ നിന്ന് അധ്വാനിക്കുന്നതുമായ വരുമാനം ഉപയോഗിച്ച് ഒരു മാസം, ഞാനിത് ഒരു സ്ഥലത്ത് അവതരിപ്പിച്ചപ്പോ ഒരു സാധാരണക്കാരനായ സഹോദരൻ പറഞ്ഞു, എന്റെ വീട്ടില് ഒരു മാസം 28,000 രൂപ ചെലവ് വേണമെന്ന്. ഒരു വീട്ടിലെ കാര്യമാണ്. 4-5 മക്കളും ഭാര്യയുമുള്ള ഒരു കുടുംബനാഥന്റെ വാക്കാണ്. 28,000 രൂപ എന്റെ വീട്ടിൽ വേണം. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മൾ ഉസ്താദുമാർക്കും അവരവരുടെ വീടുകളിൽ ചെലവ് കഴിയാൻ അതൊക്കെ വേണ്ടേ? പക്ഷേ എന്തുകൊണ്ട് മറ്റുള്ള എല്ലാ ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് ഈ മേഖലയിൽ നമ്മുടെ പണ്ഡിതന്മാര് ഉസ്താദുമാര് ഉറച്ചു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ ദീൻ അതിവിടെ നിലനിൽക്കണം. അതിനുവേണ്ടി കിട്ടുന്ന സാലറി വളരെ കുറച്ചാണെങ്കിലും അള്ളാഹുവിന്റെ ദീന് പഠിച്ച മുതഅല്ലിമീങ്ങളെ വാർത്തെടുക്കാൻ ഞങ്ങൾ ത്യാഗം സഹിക്കാൻ സന്നദ്ധരാണ്. കാരണം ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയ ധാരാളം ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ ഭക്ഷണം നൽകിയിട്ടുണ്ട്. ഈ ഭക്ഷണം നൽകിയ സമൂഹത്തോടുള്ള, സമുദായത്തോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ്, അതിനോടുള്ള ഒരു കൂറാണ് നമ്മുടെ മഹാനാത്മാരായ
പണ്ഡിതന്മാര്, ഉസ്താദുമാര്, നമ്മുടെ മുഅല്ലിമീങ്ങൾ, മുദർരിസുമാർ, അവരെല്ലാം ദീനിന്റെ പ്രവർത്തനങ്ങൾ നിരതരാകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അൽഹംദുലില്ലാഹ്, നമ്മുടെ സ്ഥാപനത്തിലും സേവനം ചെയ്യുന്ന മുദർരിസുമാർ, ആ മുദർരിസുമാർക്കും അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള ചെലവുകളൊക്കെ എടുത്തു നോക്കുമ്പോ നമ്മുടെ കയ്യിൽ ഒരു മാസം 1.25 ലക്ഷത്തിന്റെ ഉള്ളിൽ വേണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ നാട്ടിലും അതുപോലെ പരിസര യൂണിറ്റുകളിലും മഹല്ലുകളിലും അതുപോലെ എന്റെ നാട്ടുകാരായ എത്രയോ ആളുകൾ, പാനൂര് ഭാഗത്തുള്ള ആളുകൾ, ഇത് പറയുമ്പോ നിങ്ങൾക്ക് വെറുപ്പ് വേണ്ട, കാരണം അവര് ഇവിടെയുള്ള ആളുകളെക്കാൾ കൂടുതൽ അങ്ങോട്ടുള്ള ആളുകളാണ്. എന്റെ ഇവിടെയുള്ള ബുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. 6000 രൂപ ഒരു ദിവസത്തെ ചെലവ്, 6000 രൂപയാണ് ഒരു ദിവസത്തെ ചെലവ്, ഭക്ഷണത്തിന്റെ ചെലവ്. ആ ചെലവിലേക്ക് വേണ്ടി ആവശ്യപ്പെടുമ്പോ ആരാണ് കൂടുതലായി നൽകിയത് എന്ന് ബുക്ക് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അൽഹംദുലില്ലാഹ്, അവര് നമ്മളോടുള്ള സ്നേഹം, ഇൽമിനോടുള്ള സ്നേഹം, ഏത് നാട്ടുകാരായാലും എല്ലാവരും നൽകുന്നത് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയാണ്, പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാണ്, ദീനിന്റെ ഇൽമ് നിലനിൽക്കാൻ വേണ്ടിയാണ്. ഞാൻ ഇവിടെ ദുആ ചെയ്യുകയാണ്. ഉസ്താദ് അവர்கள் ഇവിടെ വന്ന് ദുആ ചെയ്യും. നമ്മുടെ ഈ ദർസിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഓടി നടന്ന് തന്റെ അനാരോഗ്യം വകവെക്കാതെ പ്രവർത്തിച്ച മഹാനായ കല്ലാലങ്കൽ സൂപ്പി ഹാജി ഇന്ന് കോഴിക്കോട് ഹോസ്പിറ്റലിൽ കിടക്കുക. റഹ്മാനായ അല്ലാഹ്, നീ കാമിലായ ശിഫ കൊടുക്കണേ റഹ്മാനേ. മഹാനവറുകൾ അധ്വാനിച്ചതിന് അതിന് നമ്മൾ ഒന്നും തിരിച്ചു കൊടുത്തിട്ടില്ല. ഞാനിവിടെ സേവനം ചെയ്യുന്ന ആളാണ്, എനിക്ക് ഇവിടെയുള്ള കമ്മിറ്റി ശമ്പളം തരുന്നുണ്ട്. അതേസമയം സൂപ്പി ഹാജി ഇവിടുന്ന് ഒരു 5 പൈസ പോലും കമ്മീഷനോ ശമ്പളമോ പറ്റാതെ ലക്ഷക്കണക്കിന് രൂപ സൂപ്പി ഹാജി കളക്ട് ചെയ്ത് ഇവിടെ ഭക്ഷണം കൊടുക്കാൻ, ഇവിടെ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ, മുദരിസുമാർക്ക് ശമ്പളം കൊടുക്കാൻ, അതുപോലെ ക്യാന്റീനിൽ പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കാൻ, ഭക്ഷണത്തിന് സാധനം വാങ്ങാനൊക്കെ അധ്വാനിച്ച് അദ്ദേഹം ഓടി നടന്ന് ബൈക്കിന് മുകളിൽ പോയി കച്ചേരിയിലും തോട്ടോളിയിലും തൂണേരിയിലും വെള്ളൂരിലും പേരോടും അതുപോലെ പാറക്കടവിലും വെണവള്ളൂരിലും മുടവന്തേരിയിലും പരിസര പ്രദേശങ്ങളിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരുടെ വീടുകളിൽ ചെന്ന് കൈനീട്ടി തന്റെ വീട്ടിലെ കുട്ടികൾക്ക് വേണ്ടിയല്ല, ഇവിടെയുള്ള മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ, ദർസ് ഇവിടെ നിലനിൽക്കാൻ മഹാനവറുകൾ കഠിനാധ്വാനം ചെയ്തു. ഇന്ന് രോഗശയ്യയിലായി കിടക്കുകയാണ്. അല്ലാഹ്, ഈ മഹത്തായ സദസ്സിൽ ഞങ്ങൾ ദുആ നീ ഖബൂൽ ചെയ്ത് അവർക്ക് നീ റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. അതുപോലെ നമ്മുടെ കുനിയിൽ മമ്മൂക്ക ഇവിടെ ഏത് പ്രവർത്തനങ്ങൾക്കും കൂടെ നിന്ന് പ്രവർത്തിച്ച് ശക്തി പകർന്ന് എന്തിനും തയ്യാറായി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും കൂടെ നിന്ന് പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട കുനിയിൽ മമ്മൂക്ക അതാ ഇവിടുന്ന് 100 മീറ്റർ അപ്പുറം വീട്ടിൽ കിടക്കുകയാണ്. എഴുന്നേറ്റ് ഇരിക്കാനോ നടക്കാനോ കഴിയാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. നാഥാ, നീ ശിഫ നൽകണേ റഹ്മാനെ. നമുക്ക് ദുആ ചെയ്യാം, ഉസ്താദ് അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം, അതാണ് നമ്മുടെ ഉദ്ദേശം. അല്ലാഹു തആല അവർക്കെല്ലാം ആഫിയത്ത് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്തിനാണ് ഈ ആളുകളെല്ലാം അധ്വാനിച്ചത്? എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ്. ഓരോരുത്തരുടെയും പ്രവർത്തനം വ്യത്യസ്തമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, കുന്ന ആലിമൻ, നീ നല്ല പണ്ഡിതനാകണം. അതിന് കഴിയുന്ന ആളുകൾ നന്നായി ഇൽമു പഠിച്ച് കിതാബ് പഠിച്ച് നല്ല രൂപത്തിൽ വളർന്നു വന്ന് നല്ല പണ്ഡിതനായി മാറണം. അപ്പോൾ അല്ലാഹു തആല വലിയ മഹത്വം നൽകും. ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ നല്ല മുതഅല്ലിമായി മാറണം. ഔ മുസ്തമിആ, സാധാരണക്കാരായ ആളുകൾ ഏറ്റെടുക്കേണ്ട ദൗത്യം അതാണ്. ഔ മുസ്തമിഅൻ, നന്നായി ഇൽമ് നന്നായി കേൾക്കുന്ന ആളുകളായി മാറണം. നമുക്കറിയാത്തത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പഠിച്ചെടുക്കാൻ നമുക്ക് സമയം, ഒരുപക്ഷെ നമ്മുടെ ജോലി തിരക്കുകൾക്കിടയിൽ സമയം കിട്ടിയെന്ന് വരില്ല. നമ്മുടെ ഭൗതികമായ ഇടപാടുകൾക്കിടയിൽ നമുക്ക് കൂടുതലായി അതിൽ ഇറങ്ങാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് ഔ മുസ്തമിഅൻ, ആ വാക്കിന് അർത്ഥമുണ്ട്. ഔ മുസ്തമിയൻ വെറും കേൾവിയല്ല, ശ്രദ്ധയോടെ കേൾക്കണം. ഇവിടെ
ഇവിടെ വയലിന് ആദ്യത്തെ ദിവസം കുറച്ച് ആള് കുറഞ്ഞപ്പോ ഞാൻ ചില ആളുകളെ ഫോണിൽ ബന്ധപ്പെട്ട് നിങ്ങളൊക്കെ വയലിന് വരണം എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, നിങ്ങൾ അതൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് പിടിച്ചെടുത്ത് പിറ്റേ ദിവസം തന്നെ യൂട്യൂബിൽ ഇട്ടിരുന്നില്ലേ, പിന്നെ എന്തിനാ നമ്മൾ അങ്ങോട്ട് വരുന്നത്? ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇടുന്നില്ലേ, പിന്നെ എന്തിനാ ഞങ്ങൾ ഇതിനാ അങ്ങോട്ട് വരുന്നതെന്ന് സ്ത്രീകളും അങ്ങനെ ചോദിച്ചു. ഞാൻ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഔ മുസ്തമിഅൻ, ഇൽമ് ശ്രദ്ധാപൂർവം കേൾക്കണം. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ആരാണ് ഒരു 1.5 മണിക്കൂർ യൂട്യൂബ് തുറന്ന് പിടിച്ച് വയല് ശ്രദ്ധയോടെ കേൾക്കുന്നത്? വീട്ടിലിരുന്ന് എല്ലാം ചുരുങ്ങി ഇപ്പൊ 30 സെക്കൻഡിൽ ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് കേൾക്കാൻ ആളുണ്ട്. ഒരു 30 സെക്കൻഡിൽ കാര്യം പറഞ്ഞു കൊടുത്താൽ അത് കേൾക്കാൻ ആളുണ്ട്. അല്ലാതെ 1-2 മണിക്കൂർ നമുക്ക് കേൾക്കാൻ കഴിയില്ല. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? എല്ലാം യൂട്യൂബിലായി മാറിയാൽ സംഭവിക്കുന്നത് എന്താണ്? ഇൽമിന്റെ മജ്ലിസ് അത് കുറഞ്ഞു പോകും. അത് യൂട്യൂബിൽ കേൾക്കുന്നത് പോലെ അല്ല. സദസ്സിൽ വന്നിരുന്നാൽ സദസ്സിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമിന്റെ മജ്ലിസ് അത് സ്വർഗത്തിന്റെ പൂന്തോപ്പുകളിൽ വെച്ചിട്ടുള്ള ഒരു പൂന്തോപ്പാണ്. സ്വർഗത്തിന്റെ പൂന്തോപ്പ് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സ്വർഗത്തിന്റെ പൂന്തോപ്പ് കണ്ടിട്ടില്ല. എന്നാൽ ഭൂമിയിലെ ലോകത്തെ എല്ലാവരും ആഗ്രഹിക്കുന്ന സ്വർഗം റൗളത്തും മിൻ റിയാദിൽ ജന്ന, മദീനയിലെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന പരിശുദ്ധമായ റൗള, ആ റൗള ഷരീഫിനോട് ചേർന്നുകൊണ്ടുള്ള പള്ളിയിലെ ആ റൗളത്തും മിൻ റിയാദിൽ ജന്ന, ആ റൗള ഷരീഫ് അത് സ്വർഗത്തിന്റെ പൂന്തോപ്പാണ്. അത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഹജ്ജിന് പോകുന്നവര്, ഉംറക്ക് പോകുന്നവര്, അൽഹംദുലില്ലാഹ് നമ്മുടെ മൂരിപ്പാറയുള്ള അബ്ദുള്ള സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ പ്രാവശ്യം ഹജ്ജിന് പോവുകയാണ്. അല്ലാഹു തആല അതെല്ലാം എളുപ്പത്തിൽ പൂർത്തിയാക്കി കൊടുക്കട്ടെ. പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു സൽക്കർമ്മം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ദർസിലേക്കുള്ള ഒരു സംഖ്യ നേരത്തെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഫോണിൽ അത് വിളിച്ച് ഇവിടെ നിങ്ങൾ കൊടുത്തയച്ചത് എത്തിയെന്ന് പറയാൻ എന്നോട് മറന്നുപോയിട്ടുണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ തന്നെ ഇവിടെ എത്തിച്ചല്ലോ. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തും അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. പലപ്പോഴും പല സന്ദർഭങ്ങളിലുമായി നമ്മുടെ സ്ഥാപനത്തെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ പ്രാവശ്യം ഹജ്ജിന് പോകുന്നുണ്ട്. നമ്മുടെ സ്ഥാപനത്തെ സഹായിച്ച പലരും ഈ പ്രാവശ്യം ഹജ്ജിന് പോകുന്നുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും ഹജ്ജും ഉംറയും സിയാറത്തും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. നമുക്ക് ഉസ്താദിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാം. ആ പരിശുദ്ധമായ റൗള ഷരീഫ് അൽഹംദുലില്ലാഹ് കഴിഞ്ഞ റബീഉൽ ആഖിർ മാസം റബീഉൽ അവ്വലിൽ മൗലിദുകളെല്ലാം കഴിഞ്ഞ് റബീഉൽ ആഖിർ മാസം ഒരിക്കലും വിചാരിക്കാത്ത രൂപത്തിൽ അല്ലാഹു തആല ആദ്യമായി ഉംറക്ക് പോകാൻ ഒരു പ്രാവശ്യമാണ് എനിക്ക് കഴിഞ്ഞത്. അത് ആദ്യത്തെ പോക്ക് കഴിഞ്ഞ റബീഉൽ ആഖിർ മാസത്തിൽ ഉംറക്ക് പോകാനുള്ള അവസരം കിട്ടി. അപ്പോൾ അതിന്റെ പ്രാക്ടിക്കലായ പല കാര്യങ്ങളും ഞാൻ തങ്ങളെ വിളിച്ചിട്ടാണ് ചോദിച്ചത്. തങ്ങൾ ഗ്രൂപ്പിന്റെ അമീറായി പലരെയും ഉംറക്ക് കൊണ്ടുപോകുന്ന ആളാണ്, ഹജ്ജിന് പോയ ആളാണ്. അല്ലാഹു തൗഫീഖ് ഏറ്റി കൊടുക്കട്ടെ. ഓ പ്രിയമുള്ളവരെ, അവിടെ ആഗ്രഹിക്കുന്നു, നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ റൗള എന്ന് പറയുന്ന റൗള ഷരീഫിന്റെ ആ ബൗണ്ടറിയിൽ എപ്പോഴും അത് ആളുകൾക്ക് വീണ്ടും വീണ്ടും കയറാൻ കഴിയും. ഇപ്പോൾ അങ്ങനെയല്ല. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ രജിസ്റ്റർ ചെയ്ത് നമുക്ക് കിട്ടുന്ന സമയമുണ്ട്. ആ സമയത്തല്ലാതെ അങ്ങോട്ട് കയറ്റി വിടൂല. അതിന് പ്രിന്റ് ആയിട്ടോ അല്ലെങ്കിൽ മൊബൈലിലോ നമ്മൾ അതിന്റെ രേഖ കാണിച്ചു കൊടുക്കണം. നമുക്ക് അനുവദിക്കപ്പെട്ട സമയം കാണിച്ചു കൊടുക്കണം. എനിക്കൊന്നും അറിയില്ലല്ലോ. നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഓരോ വർഷവും നമ്മുടെ ദർസിന്റെ മുതഅല്ലിമീങ്ങളുടെ ചെലവ് തരുന്ന നിയാസ് എന്ന് പറയുന്ന പാനൂരിലുള്ള എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ, അദ്ദേഹം ഞങ്ങൾ മദീനയിലെത്തിയപ്പോൾ
അവിടെ സൗജന്യമായി അദ്ദേഹത്തിന്റെ റൂം സൗകര്യപ്പെടുത്തി തന്നു. ഒരു റൂം തന്നെ ഞങ്ങൾക്ക് രണ്ടാളുകൾക്ക്, ഞാനും എന്റെ സുഹൃത്ത് ഷഫീഖ് ഉസ്താദും രണ്ടാളുകൾക്ക് റൂം സൗകര്യപ്പെടുത്തി തന്നു. എന്നിട്ടതാ പാകിസ്ഥാനികൾ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ തന്നെ ഹോട്ടലുണ്ട്, ഹോട്ടൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. പാകിസ്ഥാനികളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം ഏർപ്പാടാക്കി തന്നു. 8 ദിവസത്തോളം മദീനയിൽ 5 പൈസ കൊടുക്കാതെ ഭക്ഷണവും അദ്ദേഹം ഏർപ്പാടാക്കി തന്നു. ദുആ ചെയ്യുകയാണ്, റബ്ബേ നീ കബൂൽ ചെയ്തു കൊടുക്കണേ അല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ റൗള ശരീഫിലേക്ക് കടക്കാനുള്ള പെർമിറ്റ് എങ്ങനെ? അപ്പോൾ നിയാസ് തന്നെ പറഞ്ഞു, അതും നിങ്ങൾ പേടിക്കണ്ട, ഞാൻ അതിന്റെ തയ്യാറ് ചെയ്തു തരാം. അങ്ങനെ അദ്ദേഹത്തിന്റെ എന്തോ ഒരു രീതിയിൽ അത് തയ്യാറ് ചെയ്ത് അൽഹംദുലില്ലാഹ് എനിക്ക് കിട്ടിയ സമയം വെള്ളിയാഴ്ച ദിവസം 11 മണി എന്ന സമയത്താണ് പെർമിറ്റ് കിട്ടിയത്. 11 മണിക്ക് റൗളയിലേക്ക് കടന്നപ്പോൾ ആ കടന്ന ടീമിനോട് അധികൃതർ പറഞ്ഞു, ഇനി നിങ്ങൾ എഴുന്നേറ്റ് പോകണ്ട, ജുമ കഴിഞ്ഞിട്ട് പോയാ മതി എന്ന്. അൽഹംദുലില്ലാഹ് ഏകദേശം 2 മണിക്കൂറോളം സമയം റൗളത്തും മിൻ റിയാദിൽ ജന്ന മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് റൗളത്തും മിൻ റിയാദിൽ ജന്ന. ആ റൗളയിൽ ഇരിക്കാൻ അല്ലാഹു തആല ഭാഗ്യം തന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ, ആ 2 മണിക്കൂർ സമയം സൂറത്തുൽ കഹ്ഫ് ഓതി സ്വലാത്ത് ചൊല്ലി, ആ സമയത്തുള്ള മറ്റുള്ള സമയത്ത് ഞാൻ ഇത് പറയുന്നത് വേറെ എന്തെങ്കിലും ചിന്ത വെച്ചുകൊണ്ടല്ല. എന്റെ മനസ്സിലൂടെ ഞാൻ കൊണ്ടുവന്നത് നമ്മുടെ ദർസിന് വേണ്ടിയിട്ട് ചെലവിലേക്ക് സഹായിച്ച ഓരോ ആളുകളും അതെന്റെ മൊബൈലിൽ ഫോട്ടോ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അവരുടെ പേരുകൾ ബുക്കിൽ എഴുതിയത് ഞാൻ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. ആ റൗളയിൽ ഇരുന്നിട്ട് ഓരോ ആളുകളുടെയും പേര് നോക്കിയിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞാനിത് പറയുന്നത് ഇവിടെ അൽഹംദുലില്ലാഹ് ഈ 10 കൊല്ലമായി നമ്മുടെ ദർസ് തുടങ്ങിയിട്ട്, കഴിഞ്ഞ ദിവസം സൂപ്പി ഹാജിക്ക 5 കൊല്ലം മുമ്പ് ഒരു യൂട്യൂബിൽ സംസാരിച്ച് ഞാൻ നിങ്ങളിലേക്ക് അയച്ചു തന്നിട്ടില്ലേ? അതിൽ അദ്ദേഹം പറഞ്ഞില്ലേ, 5 ദിവസം ഉണ്ടാകും ഇവിടെ ദർസ്, 6 ദിവസം ഉണ്ടാകും, ഒരാഴ്ച ഉണ്ടാകും എന്ന് പലരും ഭീഷണിപ്പെടുത്താണെന്ന് പറഞ്ഞ് ആലി ഹാജിക്കാന്റെ അടുത്ത് പോയി. മർഹൂം ആലി ഹാജിക്ക ഇന്ന് ഖബറിൽ കിടക്കുകയാണ്. ആലി ഹാജിക്കയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, സൂപ്പി ഹാജി ഇവിടെ 5 ദിവസമേ ഇത് ഉണ്ടാവൂ എന്നാണ് പറയുന്നത്, എന്ത് ചെയ്യും? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിക്കോ. അവരിറങ്ങി, അല്ലാഹു തആല വിജയം നൽകി. ഓരോ പ്രവർത്തകന്മാരും ഇറങ്ങി. അൽഹംദുലില്ലാഹ് അങ്ങനെ ഓരോ ആളുകളും സഹായം നൽകിയപ്പോ 6000 രൂപ ഒരു ദിവസത്തെ ചെലവ് നൽകണമെന്ന് പറഞ്ഞപ്പോ ഈ 10 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഓരോ കൊല്ലവും തന്നവര് തന്നെയാണ് പിന്നെയും തരുന്നത്. ഓരോ ആളുകളും വീണ്ടും വീണ്ടും നൽകിയിട്ട് അൽഹംദുലില്ലാഹ് ഒരു കടവും ഇല്ലാതെ നമുക്ക് 10 ദിവസം കൊണ്ട് നിന്നു പോകുമെന്ന് പലരും പറഞ്ഞ ദർസ് 10 കൊല്ലം പൂർത്തിയാക്കിയിട്ട് 10ാം വാർഷികം പ്രഖ്യാപിക്കാനാണ് ബഹുമാനപ്പെട്ട അഭിവന്യരായ ഗുരുവര്യർ പേരോട് ഉസ്താദ് നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവേ ഈ മഹത്തായ ദർസ് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മളിപ്പോൾ ദുആ ചെയ്യുന്നതും ആമീൻ പറയുന്നതും അത് ഇവിടെയുള്ള പലരുടെയും മക്കൾ കേൾക്കുന്നില്ലേ? അവരെന്ത് വേണം? ഇത് നിലനിൽക്കാൻ വേണ്ടി അധ്വാനിക്കണം, ഭാവിയിൽ പ്രവർത്തിക്കണം. നമ്മൾ ഇവിടെ എത്ര കാലം ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. ദർസ് ആരംഭിക്കുന്ന സദസ്സിൽ മർഹൂം ആലി ഹാജി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പലരും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം ഇന്ന് ഖബറിലാണ്. നമ്മുടെ ആരിസാജിയുടെ പിതാവ് പരിശുദ്ധ റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച നോമ്പ് 30ന്റെ സുബഹിയുടെ സമയത്ത് വിട പറഞ്ഞു പോയത് നമ്മുടെ ദർസ് തുടങ്ങിയ 1ാമത്തെ നോമ്പിന് ഞാൻ ഓർമ്മിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഹുസൈൻ കയുടെ അബ്ദുള്ളക്കയുടെ പിതാവ് മരിച്ചുപോയത്, അതുപോലെ തച്ചറക്കൽ സൂപ്പിക്ക മരിച്ചുപോയത്, എളമ്പിലാവിലെ യൂസുഫ് ക മരിച്ചുപോയത്. അദ്ദേഹം മരിക്കുന്നതിന്റെ മുമ്പ് അവരുടെ സ്ഥലത്താണല്ലോ നമ്മുടെ ഈ സ്ഥാപനം സ്ഥാപിക്കപ്പെട്ടത്. ഇവിടെ ഈ സ്ഥലത്തിന്റെ ഒക്കെ ഉടമ
ഉടമയായിരുന്ന ഈ അളമ്പിലാവിലെ ഹജ്ജുമ്മ മരിച്ചുപോയി. അള്ളാഹു ഖബർ സന്തോഷത്തിലായി കൊടുക്കട്ടെ. യൂസുഫ് ക മരിച്ചുപോയി. അള്ളാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവും നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോ പള്ളിയിൽ നിന്നൊരു തസ്ബീഹ് മാല എടുത്തുകൊണ്ടുവരാൻ ഞാൻ മുതഅല്ലിമീങ്ങളോട് പറഞ്ഞു. എന്താണ് ഇവിടെ കൗണ്ടർ ഇല്ലാത്തത് കൊണ്ടല്ല, വേറെ തസ്ബീഹ് മാല ഇല്ലാത്തത് കൊണ്ടല്ല, ഒരു തസ്ബീഹ് മാല ഞാൻ പള്ളിയിൽ സൂക്ഷിക്കുന്നുണ്ട്. ആ തസ്ബീഹ് മാല ഈ അളമ്പിലാവിലെ യൂസുഫ് ക എന്നവര് മരിക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് പള്ളിയിലെ റൂമിലേക്ക് കയറി വന്നിട്ട് അദ്ദേഹം എന്റെ കയ്യിൽ ആ തസ്ബീഹ് മാല ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഈ തസ്ബീഹ് മാല കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് സ്വലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞു. ആ തസ്ബീഹ് മാല 10 കൊല്ലമായി ഞാൻ എന്റെ കയ്യിൽ സൂക്ഷിക്കുന്നുണ്ട്, ഈ പള്ളിയിൽ സൂക്ഷിക്കുന്നുണ്ട്. എന്തിനാണ്? അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് അതിന്റെ ഒരു വിഹിതം കിട്ടട്ടെ. അല്ലാഹു തആല തൗഫീഖ് കൊടുക്കട്ടെ. കോവിഡ് കാലത്ത് പള്ളിയെല്ലാം അടച്ചുപോയി, നമ്മളെല്ലാം വീടുകളിരിക്കുകയാണ്. അപ്പോഴും എനിക്ക് ഓർമ്മ വന്നു ആ തസ്ബീഹ് മാലയുടെ കാര്യം. ഞാൻ റിയാസിനെ വിളിച്ചിട്ട് ആ തസ്ബീഹ് മാല പള്ളിയിൽ ഇന്ന സ്ഥലത്തുണ്ട്, അതെടുത്ത് പൊരക്ക് കൊണ്ടുപോയിട്ട് വെള്ളിയാഴ്ച രാവ് അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലണമെന്ന് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തിനാണ്? അദ്ദേഹത്തിന്റെ ഖബറിൽ ഒരു ഗുണം കിട്ടട്ടെ. ഇങ്ങനെ എത്ര ആളുകളാണ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയത്. അവരൊക്കെ ഖബറിൽ കിടക്കുമ്പോ ഈ 10 കൊല്ലവും ഇവിടെ നടന്ന ദർസിൽ നടന്ന ഓരോ കാര്യങ്ങളും ദീനിന്റെ ചലനങ്ങളല്ലേ. ആ ചലനങ്ങളെല്ലാം അവരുടെ ഖബറിലേക്ക് കിട്ടുകയാണ്. ഞാനിത് പറയുമ്പോൾ മരിച്ചുപോയ പലരെയും ചിലപ്പോൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടാകും. നമ്മുടെ അബൂബക്കർ റഫീഖ് അവരുടെ ഉപ്പ നമ്മുടെ പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുത്ത ആളായിരുന്നില്ലേ? അള്ളാഹു ഖബർ സന്തോഷത്തിലായി കൊടുക്കട്ടെ. അതുപോലെ എത്രയോ ആളുകൾ മരിച്ചുപോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇവിടെ വരുന്നതിന്റെ മുമ്പും മരണപ്പെട്ടു പോയ പലരുമുണ്ട്. അതുപോലെ നമ്മുടെ കുഞ്ഞോലാജിക്ക് എപ്പോഴും പറയും, കരഞ്ഞുകൊണ്ട് അദ്ദേഹം പള്ളിയിൽ നിന്ന് ദുആ ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാണ്? എത്ര ആളുകളാണ് ഇവിടത്തേക്ക് സഹായം നൽകിയത്. അവര് മരിച്ചുപോയില്ലേ? ഇവിടെ ഓർമ്മിക്കാൻ പലരുമുണ്ട്. പാലോളതിൽ കുഞ്ഞമ്മദ് ഹാജിയെ ഞാൻ ഓർമ്മിക്കുകയാണ്. അദ്ദേഹം ഓരോ ദിവസത്തെയും ചെലവ് ഓരോ മക്കളെ അടുത്ത് നിന്നും വാങ്ങിയിട്ട്, പുതിയാപ്പിളന്റെ അടുത്ത് വേറെ, മക്കളെ അടുത്ത് വേറെ, അങ്ങനെ വാങ്ങിയിട്ട് ഇവിടെ എത്തിച്ചു തരും. എന്നിട്ട് ഏത് കാര്യത്തിലും വിളിച്ചന്വേഷിച്ച് മരിക്കുന്നതിന്റെ 4 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് ഒരു ബുറുദ ചൊല്ലണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി ബുറുദ ഞങ്ങൾ 2 പേര് ചൊല്ലി. കുഞ്ഞമ്മദാജിയും ഞാനും രണ്ടാളും ബുറുദ ചൊല്ലി. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം 3 ദിവസമാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. അല്ലാഹു തആല ഖബർ സന്തോഷത്തിലായി കൊടുക്കട്ടെ. ഓ മുഅ്മിനീങ്ങളെ, ഞാൻ പറയുന്നത് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായി പറഞ്ഞത് എന്താണ്? ഔ മുഹിബ്ബാ. ഇൽമിന്റെ കാര്യത്തിൽ നീ ഇൽമ് ശ്രദ്ധിച്ച് കേൾക്കുന്നവനാകണം. ഇനി അതിനൊന്നും നിനക്ക് കഴിയില്ല എങ്കിലോ ഔ മുഹിബ്ബാ, നീ ഇതിനെ ഇഷ്ടപ്പെടുന്ന ആളാകണം. ഇതിനെ വെറുക്കുന്ന ആളാകണ്ട, ഇതിനെ ഇഷ്ടപ്പെടുന്ന ആളാകണം. കാരണം ഇത് മറ്റൊന്നുമല്ല, ഇത് അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമാണ്. നമ്മൾ ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് നിങ്ങൾ നോക്ക്. ഇവിടെ റിയാദുസ് സ്വാലിഹീൻ അബ്ദുള്ള ഉസ്താദ് ഓതിക്കൊടുക്കുമ്പോ ആ ഉസ്താദ് പറയുന്നത് എന്താണ്? വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻ. അപ്പൊ കുട്ടികളെല്ലാം ചൊല്ലി റളിയല്ലാഹു അൻ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചോക്ക്, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, സഹാബത്തിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. സഹാബത്തിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ ഖുർആനിൽ പറഞ്ഞത് പ്രകാരം സഹാബത്തിന് തർളിയത്ത് ചൊല്ലി. ആ തർളിയത്ത് ഒരു സഹാബിയുടെ പേര് കേട്ടപ്പോ കുട്ടികൾ ചൊല്ലി. പിന്നെ ഉസ്താദ് പറയുന്നത് എന്താണ്? വഅൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എല്ലാ കുട്ടികളും സ്വലാത്ത് ചൊല്ലി. ഒരു ഹദീസ് വായിക്കുമ്പോൾ
5 6 തവണയല്ല 10ലേറെ തവണ ആദരവായ മുത്തുനബിയുടെ പേര് പറയുമ്പോ 28 കുട്ടികൾ സ്വലാത്ത് ചൊല്ലുമ്പോ അതെല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലുമ്പോ നിങ്ങൾ നോക്ക്, നമ്മളൊക്കെ ഇവിടെ എക്കാലത്തും ഉണ്ടാകുമോ? നമ്മളൊക്കെ ഇവിടുന്ന് മരിച്ചു പോകും. എത്ര ആളുകൾ മരിച്ചുപോയി. ഞാനിവിടെ പേര് പറഞ്ഞതും പറയാത്തവരും പറയാൻ വിട്ടുപോയവരും. സുബ്ഹാനല്ലാഹ്, നമ്മളെ ദർസിൽ പഠിച്ച കുട്ടിയായിരുന്നില്ലേ റാഷിദ് ഉസ്താദിന്റെ മകൻ മുഹമ്മദ് സിനാൻ? ഇവിടെ വന്നിട്ട് പലപ്പോഴും നമ്മുടെ ദർസിൽ നാട്ടിലുള്ളപ്പോൾ വന്ന് പങ്കെടുത്ത കുട്ടിയാണ്. മാത്രമല്ല, ഞാൻ ഓർമ്മിക്കുകയാണ്, ഇവിടെ പല കാര്യങ്ങൾക്കും സേവന നിരതനായി. ഇവിടെ ഒരു പൈപ്പ് പൊട്ടിപ്പോയപ്പോ മുത്തഅല്ലിമീങ്ങൾ പലരും ശ്രമിച്ചു ആ പൈപ്പ് ഒന്ന് മാറ്റിയിടാൻ. അപ്പോഴാ യാദൃശികമായിട്ട് സിനാനെ പള്ളിയിൽ കണ്ടത്. സിനാൻ വന്നിട്ട് ആ പൈപ്പ് മാറ്റി കൊടുത്തു. അങ്ങനെ സേവനത്തിന് സന്നദ്ധനായി പല കഴിവുകളുമുള്ള, നന്നായി പഠിക്കുന്ന, നല്ല ബുദ്ധിയും പക്വതയും പാകതയുമുള്ള, സുബ്ഹാനല്ലാഹ്, നല്ല പ്രതീക്ഷയുള്ള ഒരു മോൻ. അല്ലാഹുവിന്റെ ഖളാ അല്ലേ നമ്മളോട് വിട പറഞ്ഞു പോയി. അതേ റബീഉൽ അവ്വൽ മാസം എന്റെ തൊട്ടടുത്ത് നിന്ന് അശ്റഖ ബൈത്ത് ചൊല്ലിയിട്ട് ആ മൗലിദ് കഴിഞ്ഞ് ഞങ്ങളെല്ലാം സീക്കേന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്ന് കിടന്നുറങ്ങുമ്പോ കേൾക്കുന്ന വാർത്ത, മുഹമ്മദ് സിനാൻ എന്റെ മോൻ നമ്മളെ വിട്ടു പിരിഞ്ഞു എന്ന ഉസ്താദിന്റെ വോയിസ് അല്ലേ. അല്ലാഹുവേ, നീ സ്വർഗം കൊടുക്കണേ അല്ലാ. മഹാനായ സുൽത്താനുൽ ഉലമ ഇവിടെ പറഞ്ഞു, ഈ പുതിയ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നമ്മളൊരു ലൈബ്രറി സ്ഥാപിക്കുന്നുണ്ട്. ആ ലൈബ്രറി കുതുബ് ഖാന, അത് മുഹമ്മദ് സിനാന്റെ പേരിലാണ്. അല്ലാഹു നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇത് പന്തലിട്ടുകൊണ്ട് ചിലപ്പോ നിങ്ങൾ 1 നില 3 നില ബിൽഡിംഗ് ആണിത്. 3 നില ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ പൂർത്തിയായി. അത് മുഴുവനായും പൂർത്തിയാക്കണം ഇൻഷാ അല്ലാഹ്. നമുക്ക് എത്രയും പെട്ടെന്ന് പുതിയ വിദ്യാർത്ഥികൾ വരാൻ പോവുകയാണ്. ആ വിദ്യാർത്ഥികൾ വരുമ്പോഴേക്ക് അതിന്റെ പരിപാടികൾ പൂർത്തിയാക്കണം. ഹുസൈൻക അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുകയാണ്. ഒരു 5 പൈസ പോലും വാങ്ങാതെ മറ്റു പണികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഈ ബിൽഡിംഗ് 1 കൊല്ലം കൊണ്ട് പൂർത്തീകരിച്ചതുപോലെ, നമ്മുടെ പള്ളിയുടെ പണി 1 കൊല്ലം കൊണ്ട് 8 മാസം കൊണ്ട് പൂർത്തീകരിച്ചതുപോലെ ഈ പണി എന്താണ് പെട്ടെന്ന് പൂർത്തിയാക്കാത്തത് എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ പറയും, പൈസ ഇല്ലാത്തത് കൊണ്ട്. കടം വാങ്ങിയിട്ട് ഒരാളെയും വിഷമിപ്പിച്ചുകൊണ്ട് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആളുകൾ പൈസ തന്നാൽ അത് പൂർത്തീകരിക്കും. ഇപ്പോൾ അൽഹംദുലില്ലാഹ് 20 ലക്ഷം അതിലേറെ ചെലവഴിച്ചു. അതുപോലെ ഇനിയും വേണം. ഇപ്പോൾ ആ ബിൽഡിങ്ങിന്റെ പണി ഇതുവരെ എത്തിച്ചത് നമ്മൾ ദുബൈയിലോ ഖത്തറിലോ ബഹ്റൈനിലോ ഒമാനിലോ ഒരു സ്ഥലത്തും പോയിട്ടില്ല. വാട്സപ്പിലൂടെ നമ്മുടെ നാട്ടുകാരായ സഹോദരങ്ങൾ 1000ഉം 2000ഉം ഒക്കെ നൽകിയിട്ടുള്ള ഫണ്ട് കൊണ്ടാണ് ഈ ബിൽഡിംഗ് 20 ലക്ഷം രൂപ ചെലവഴിച്ച് നമ്മൾ ഇവിടെ ഈ രൂപത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, അതിന്റെ പൂർത്തീകരണം നമുക്ക് നടത്തണം. അത് ഇൻഷാ അല്ലാഹ് സിനാന്റെ ലൈബ്രറി നമുക്ക് ഉദ്ഘാടനം ചെയ്യണം. അങ്ങനെ ഒരുപാട് പദ്ധതികൾ നമ്മുടെ മുന്നിലുണ്ട്. റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, അഭിവന്യരായ ഉസ്താദ് അവരുടെ അടുത്ത് നമ്മുടെ നാട്ടുകാരെല്ലാവരും ചേർന്ന് പോയി ഈ സംഗതികളെല്ലാം അവതരിപ്പിച്ചപ്പോ ഇൻഷാ അല്ലാഹ് ഉസ്താദ് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാം. ആ വരവാണ് അൽഹംദുലില്ലാഹ്. ഇന്ന് വളരെ തിരക്കുകൾക്കിടയിലും ഉസ്താദ് നമ്മുടെ എല്ലാം അഭിവന്യരായ പുല്ലൂക്കര ഉസ്താദിന്റെ ആണ്ട് നടക്കുന്ന ദിവസത്തിൽ തന്നെ ഇവിടെ എത്തിച്ചേർന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് നമ്മളോട് സംസാരിക്കും. ആദരവോടെ അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. ഈ മഹത്തായ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള സയ്യിദ് സൈനുൽ ആബിദീൻ ജിഫ്രി പനാടത്തായ മസ്ജിദുൻ നൂർ ഇമാം, ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ, അതുപോലെ മദനി ഉസ്താദ്, മറ്റു ധാരാളം പണ്ഡിതന്മാരും മുഅ്മിനീങ്ങളും നമ്മുടെ ദർസിന്റെ സഹകാരികളായ നമ്മുടെ പല യൂണിറ്റുകളിൽ നിന്നുള്ള പ്രവർത്തകന്മാരും വിവിധ മഹല്ലുകളിൽ നിന്നുള്ള ആളുകളും എല്ലാം ഇവിടെയുണ്ട്. എല്ലാവരെയും
ഈ മഹത്തായ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഉസ്താദ് നമ്മളോട് സംസാരിക്കുകയാണ്. അസ്സലാമു അലൈക്കും.